ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ്. അധികം ആർക്കും അറിയത്തില്ലാത്തതും എന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിൽക്കുന്നതുമായിട്ടുള്ള കോഴ്സ്, ഒരു പഠന മേഖല, മെഡിക്കൽ ഫീൽഡ്. എല്ലാവരുടെയും വിചാരം നമ്മൾ സയൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് BC നഴ്സിംഗ് ആകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞത് ഏത് സബ്ജക്റ്റിലായാലും നിങ്ങൾക്ക് ഒരു BC നഴ്സ് ആനായിട്ടുള്ള അവസരം ഉണ്ട്. മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി ലെവൽ കോഴ്സാണ് GNM, ജനറൽ നേഴ്സ്. സാധാരണ ഒരു BC നഴ്സിന് 10 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വരിക. പക്ഷേ ഒരു GNM, ഒരു ജനറൽ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 375 പാക്കേജിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് താമസവും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെ പഠിച്ചിറങ്ങാൻ കഴിയും. അതിനുശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ BC നഴ്സായി, അതും കുറഞ്ഞ ചെലവിൽ. മലയാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോളേജ്, മലയാളി ഡയറക്ടർ ആയിട്ടുള്ള കോളേജ്, കേരള ഫുഡ്, ഓൺ എക്സാം സെന്റർ, ഓൺ ഹോസ്പിറ്റൽ ആണ് ധന്വന്തരി ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ നിന്നും വെറും 16 കിലോമീറ്റർ ദൂരത്തിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ചിക്കബനാവര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 250 മീറ്റർ ദൂരമാണ് കോളേജിലേക്കുള്ളത്. വിദ്യാഭ്യാസ ലോൺ ഫെസിലിറ്റീസും നമ്മുടെ കോളേജിന്റെ മാത്രം പ്രത്യേകതയാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, INC, KNC തുടങ്ങിയവയുടെ അംഗീകാരമുള്ള നല്ലൊരു ക്യാമ്പസ്. പഠനം കഴിഞ്ഞതിന് ശേഷം 100% പ്ലേസ്മെന്റ് ഉറപ്പ് നൽകുന്നു. 3 വർഷത്തിന് ശേഷം IELTS അല്ലെങ്കിൽ OET കോഴ്സ് ഫ്രീ ആയിട്ട് നൽകുന്നു. കോളേജിലെ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. MSc നഴ്സിംഗ്, DC നഴ്സിംഗ്, GNM, MLT, MIT, OT and AT, BBA, BCA, MBA, MCA. കറക്റ്റായി അഡ്മിഷൻ നടത്തുന്ന കോളേജാണ് ധന്വന്തരി ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുമ്പോൾ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിലേക്കൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ക്യാമ്പസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ഞാനിന്ന് പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള അസിസ്റ്റൻസ് കിട്ടുന്നതാണ്. കാര്യം മറക്കണ്ട, പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജിൻസൺ.